മൂന്നാറിൽ ആമ്പല്ലൂർ സ്വദേശികളായ അമ്മയ്ക്കും മകനും നേരെ പടയപ്പയുടെ ആക്രമണം. പരിക്കേറ്റ ആമ്പല്ലൂർ സ്വദേശിനി ഡിൽജിയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറയൂരിലെ സ്കൂളിലെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുമായി ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ മസ്തകത്തിലെ മുറിവിന് ചികിത്സ നൽകി വിട്ടയച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ വെള്ളിയാഴ്ച എത്തും. ആന ക്ഷീണിതനാണെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ. കൊടുങ്ങല്ലൂരിൽ യുവതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറിയാട് യൂബസ സ്വദേശിനി ഷിനിയാണ് മരിച്ചത്. സ്വകാര്യ പലിശയിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണി മൂലമാണ് ആത്മഹത്യയെന്ന് ആരോപണം. കല്ലൂർ ആലങ്ങാട് പട്ടാപ്പകൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നടന്ന കവർച്ചയിൽ നഷ്ടപ്പെട്ടത് 8 പവന്റെ ആഭരണങ്ങൾ മാത്രമാണെന്ന് പോലീസ്. കാളിയാറോഡ് പള്ളി ജാറം ചന്ദനകുടം നേർച്ചയ്ക്ക് കൊടിയേറി. മുല്ലക്കര ജാറമിലെ ആണ്ട് നേർച്ച ആഘോഷിച്ചു. മച്ചാട് മാമാങ്കത്തിന് ഇനി 4 നാൾ. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാടിനും മച്ചാട് മാമാങ്കം മണലിത്തറ വിഭാഗത്തിനും വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. നമസ്കാരം. വാർത്തകൾ വിശദമായി. മൂന്നാറിൽ ആമ്പല്ലൂർ സ്വദേശികളായ അമ്മയ്ക്കും മകനും നേരെ പടയപ്പയുടെ ആക്രമണം. ആനയുടെ ആക്രമണത്തിൽ ആമ്പല്ലൂർ സ്വദേശിനിയായ വെളിയത്ത് വീട്ടിൽ ഡിൽജിക്ക് പരിക്കേറ്റു. മകൻ ബിനിൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൂന്നാർ മറയൂരിൽ ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. മേക്കപ്പ് ചെയ്ത കുടുംബം പുലർത്തുന്ന അമ്മയും മകനും ആമ്പല്ലൂരിൽ നിന്ന് മറയൂരിലെ സ്കൂളിലേക്ക് ആനുവൽ ഡേക്കുള്ള കുട്ടികളുടെ ഡ്രസ്സുകളുമായി ബൈക്കിൽ പോകുന്നതിനിടെ മറയൂരിനടുത്തുള്ള റോഡിലെ വളവിൽ വെച്ച് പടയപ്പയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വണ്ടി നിർത്തി ഇരുവരും ഇറങ്ങി ഓടുന്നതിനിടെ ഡിൽജിയെ ആന ആക്രമിക്കുകയായിരുന്നു. വീട്ടമ്മയുടെ പുറത്തുണ്ടായിരുന്ന ട്രാവൽ ബാഗിലാണ് ആനയുടെ കുത്തേറ്റത്. ഇവരെ ആന കുത്തി ഉയർത്തി താഴെയിട്ടു. വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മകൻ ബിനിൽ അമ്മയെ വലിച്ചുമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് മകൻ ബിനിൽ പറഞ്ഞു. മറയൂർക്ക് പോണ വഴി വളവിലായിരുന്നു ആന നിൽക്കണ്ടായത്. അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ ബൈക്ക് ബ്രേക്ക് പിടിച്ച് നിർത്തി. ഞാൻ അമ്മ ഇറങ്ങി ഓടി. മറ്റമ്മ സ്ലിപ്പായിട്ട് വീണു. ഓട്ടത്തിൽ ഒരു ട്രാവൽ ബാഗ് ഉണ്ടായി അമ്മയുടെ ബാക്കിൽ. അപ്പോൾ ആന വന്ന് ആ ബാഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി അങ്ങനെ വെച്ചു. അമ്മ മീഡിയം ഹൈറ്റിലെ പൊക്കിയുള്ളൂ. ആന വീണ്ടും കുത്താന്നപ്പിക്കും വലിച്ച് ഞാൻ കൊണ്ടുപോയി. ആന പിന്നാലെ വന്നു. നാട്ടുകാരപ്പിക്കും വന്ന് ഒച്ചനാക്കി ആന പോയി. നാട്ടുകാരെത്തി ആനയെ ഓടിച്ചാണ് ഇരുവരെയും ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടുന്ന് 108 ആംബുലൻസ് തൃശൂരിലെത്തിച്ചു. ഇപ്പോൾ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡിൽജിയുടെ നടുവിനും ഇടുപ്പെല്ലിനും പൊട്ടലും പുറത്ത് ചതവുമുണ്ട്. പരിക്ക് ഗുരുതരമല്ലെന്നും 2-3 മാസം വിശ്രമം എടുക്കേണ്ടി വരുമെന്നും ഡോക്ടർ വിശാൽ പറഞ്ഞു. വന്നപ്പോൾ തന്നെ കുറച്ച് കുറവായിരുന്നു. അതിന്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇടുപ്പിലും പുറത്തിനും ചതവേറ്റിട്ടുണ്ട്. അവിടെ എല്ലിന്റെ പൊട്ടലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വന്നതിന് ശേഷം ആൾ സ്റ്റേബിൾ ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അപകടനിരയായിട്ടൊന്നും ഇല്ല. അതെ, ഓപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. എന്നാലും വെയിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് നോക്കാമെന്ന രീതിയിലായിരിക്കും ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകുന്നത്. ആനയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇരുവരും ഇനിയും ആഘാതത്തിൽ നിന്നും മോചിതരായിട്ടില്ല. നിർധന കുടുംബമായ ഡിൽജിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. അതിരപ്പള്ളിയിൽ മസ്തകത്തിലെ മുറിവിന് ചികിത്സ നൽകി വിട്ടയച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വെറ്റിനറി ചീഫ് ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ വെള്ളിയാഴ്ചയെത്തും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മറുകരയിലുള്ള 2ാം ബ്ലോക്കിലാണ് ആന ഇപ്പോഴുള്ളത്. നിലവിൽ ആന ക്ഷീണിതനാണെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി അറിയിച്ചു. വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിന് ശേഷം ഏതു വിധത്തിൽ ചികിത്സ നൽകണമെന്ന് തീരുമാനിക്കും. ഒരു തവണ മയക്കുവെടി വെച്ച ആനയായതിനാൽ വീണ്ടും മയക്കുവെടി വയ്ക്കാൻ സാധിക്കില്ലെന്നാണ് വനപാലകരുടെ പ്രാഥമിക വിലയിരുത്തൽ. കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകാനും നീക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അഭയാരണ്യ കേന്ദ്രത്തിലെ ആനക്കൂട് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. മലയാറ്റൂർ വനം ഡിവിഷന് കീഴിലുള്ള എവർഗ്രീൻ ഫാഷൻ പരിധിയിൽ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. ഏകദേശം 1.5 വയസ്സുള്ള കുട്ടിയാനയാണ് ചരിഞ്ഞത്. ഏതാനും ആഴ്ചകളായി കാലിന് മുടന്തുമായി കുട്ടിയാനയെ ആനക്കൂട്ടത്തിൽ കണ്ടിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലാണ് ജഡം കണ്ടത്. പരിസരത്ത് 10ഓളം വലിയ ആനകളും നിലയുറപ്പിച്ചിരുന്നു. വനപാലകർ എത്തി ആനക്കൂട്ടത്തെ ഓടിച്ച ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന ഫെൻസിംഗ് സംവിധാനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും.
വാഴച്ചാൽ വനം ഡിവിഷന്റെ പരിധിയിലെ ഏഴാറ്റുമുഖത്തു നിന്നുമാണ് ആദ്യഘട്ട നിർമ്മാണം തുടങ്ങുന്നത്. ഏഴാറ്റുമുഖം മുതൽ യാർഡ് വരെ 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഒന്നാമത്തെ റീച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാഴച്ചാൽ ഡിവിഷന്റെ കീഴിൽ 60 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഫെൻസിംഗ് കെട്ടുക. ചാലക്കുടി ഡിവിഷൻ പരിധിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ചയ്ക്ക് തുടക്കമാകും. കൊന്നക്കുഴിയിലെ വിരിപ്പാറ മുതൽ കണ്ണംകുഴി റോഡ് വരെ 18 കിലോമീറ്റർ ദൂരത്തിലാണ് സൌരോർജ്ജ വേലി തയ്യാറാക്കുന്നത്. വെറ്റിലപ്പാറ വഞ്ചിക്കടവ് മുതൽ നഴ്സറി പടി വരെ 2 കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. പുഴയുടെ ഇരു പ്രദേശങ്ങളിലും 60ഓളം എണ്ണപ്പനകൾ ഇതിനായി മുറിച്ചു മാറ്റേണ്ടി വരും. ഇതിന് പ്ലാന്റേഷൻ കോർപ്പറേഷന് പുറമെ കൃഷി വകുപ്പിന്റെയും അനുമതി ആവശ്യമാണെന്ന് അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ യുവതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വകാര്യ പലിശ ഇടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണി മൂലമാണ് ആത്മഹത്യയെന്ന ആരോപണം. എറിയാട് യു ബസാർ പാലമുറ്റം കോളനിയിൽ വാക്കാശ്ശേരി രതീഷ് ഭാര്യ 34 വയസ്സുള്ള ഷിനിയാണ് മരിച്ചത്. ഒന്നിലധികം പലിശ ഇടപാട് സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുക ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും തുടർന്ന് ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് ഉടൻ തന്നെ ഷിനിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്ലൂർ ആലയങ്ങാട് പട്ടാപ്പകൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആലയങ്ങാട് കരോട്ട് ചന്ദ്രികയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ ഗ്രില്ലിന്റെയും വാതിലിന്റെയും പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് പൂട്ടിയിട്ട അലമാര കുത്തി തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. ചന്ദ്രിക തൊട്ടടുത്തുള്ള വീട്ടിൽ കല്യാണത്തിന് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് വാതിലുകളും അലമാരകളും തുറന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ സമീപവാസികളെ വിളിച്ചുവരുത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ വിവരം അറിയുന്നത്. ഞാൻ മനസ്സമ്മതത്തിന് പോയി കഴിഞ്ഞു. 10:45 ഇപ്പോൾ 2 മണിയപ്പോൾ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കണം. താക്കോൽ എടുത്തു. ഞാൻ താക്കോലിൻ്റെ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ തുറന്ന് കിടക്കണം. വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മരുമോള് വന്നാൽ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ മരുമോള് എല്ലാം വിളിച്ചു നോക്കിയപ്പോൾ അവളെ കാണാനില്ലെങ്കിൽ. അപ്പോൾ ഉള്ളിൽ കിടക്കാൻ പേടിയായി. അപ്പോൾ ഞാൻ സൂര്യോടേച്ചിട്ട് പോയി വിളിച്ചു അയൽക്കത്തെ. അത് അതിനെയും വിളിച്ച് വാതിൽ തുറന്ന് കിടക്കണം. ഞങ്ങളുടെ വന്നേന്നും പറഞ്ഞാൽ അതിനും കൂടി കൊണ്ടുവന്ന് ഞങ്ങൾ ഉള്ളിൽ കിടന്നു. സൂര്യോടേച്ചി പറഞ്ഞു ഒന്നും തുറന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും തൊട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തന്നെ കടന്നു പോകുന്നു. തൊട്ടാന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും വിളിച്ച് എല്ലാവരും വന്നു. അടുത്തുള്ളവരൊക്കെ അങ്ങനെ വിളിച്ച് വന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ അലമാരിയൊക്കെ തുറന്ന് കിടക്കുന്നത്. അലമാരി തുറന്ന് കിടക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അലമാരി അതാണ് തുറന്ന് കിടക്കുന്നത്. എല്ലാ സാധനവും വലിച്ച് വാരിയിട്ട് വന്നു. അപ്പോൾ അവളോട് ഞാൻ വിളിച്ച് ചോദിച്ചു. ദേവിയാനെ വിളിച്ച് ചോദിച്ചാൽ മരുമാരുള്ള നീ സ്വർണ്ണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വെച്ച് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയില്ല, ഇവിടെ വെച്ചിട്ട് പോയിക്കാന്ന് പറഞ്ഞു. അലമാരില്ല അവൾ താക്കോല് പൂട്ടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് അലമാരിയൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ അപ്പം തന്നെ വണ്ടി വിളിച്ച് പോന്നു. അവളുടെ വീട്ടുകാർ. മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, വരന്തരപ്പള്ളി SHO മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നടന്ന കവർച്ചയിൽ നഷ്ടപ്പെട്ടത് 8 പവന്റെ ആഭരണങ്ങൾ മാത്രമാണെന്ന് പോലീസ്. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 53 പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി FIR രജിസ്റ്റർ ചെയ്തതെന്നും സ്ഥലത്തില്ലാതിരുന്ന വീട്ടുടമ തിരിച്ചെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായതെന്നും പോലീസ് അറിയിച്ചു. പെരിങ്ങാംകുളം കൈപ്പിള്ളി രാധാകൃഷ്ണന്റെ അടഞ്ഞുകിടന്ന വീടിന്റെ കിടപ്പുമുറിയുടെ ജനൽ ഗ്രിൽ പൊളിച്ച് അകത്ത് കടന്ന് മോഷണം നടന്നതായി വീട്ടുജോലിക്ക് വന്നിരുന്ന സ്ത്രീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടുള്ള രാധാകൃഷ്ണന്റെ മരുമകളോടും രാജസ്ഥാനിൽ ടൂർ പോയിരുന്ന രാധാകൃഷ്ണനോടും കുടുംബത്തോടും അന്വേഷിച്ചതിൽ 53 പവൻ സ്വർണ്ണാഭരണങ്ങൾ പോയതായി പറഞ്ഞ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് രാജസ്ഥാൻ ടൂർ കഴിഞ്ഞെത്തിയ രാധാകൃഷ്ണനും കുടുംബവും വിശദമായി വീട് പരിശോധിച്ചപ്പോഴാണ് മരുമകളുടെ 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ മോഷണം പോയിട്ടുള്ളൂ എന്ന് മനസ്സിലായതെന്നും രാധാകൃഷ്ണന്റെ കൈവശമുള്ള 45 പവന്റെ സ്വർണം സേഫ് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വിശദീകരണക്കുറിപ്പിൽ പോലീസ് പറഞ്ഞു. കാളിയാറോഡ് പള്ളി ജാറം ചന്ദനകുടം നേർച്ചയ്ക്ക് കൊടിയേറി.
ലോഹറ നമസ്കാരത്തിന് ശേഷം നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാളിയാറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും പള്ളി ഖത്തീബും 4 മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ കൊടിയേറ്റം നിർവഹിച്ചു. ശനിയാഴ്ചയാണ് ചന്ദനക്കുടം നേർച്ച. പുലാക്കോട്, പങ്ങാരപ്പള്ളി, കാളിയാറോഡ്, തൃക്കണായ, എളനാട്, കിഴക്കുമുറി എന്നീ മഹല്ലുകളാണ് നേർച്ച നടത്തിപ്പിലെ മുഖ്യ പങ്കാളികൾ. മറ്റുപുറം മഹല്ലുകളിൽ വിവിധ യുവജന സാംസ്കാരിക കമ്മിറ്റികളുടേതായ 100 കണക്കിന് നേർച്ചകളാണ് ഗജവീരന്മാരുടെയും താളമേള വർണ്ണങ്ങളുടെയും അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നത്. തൃശൂർ മുല്ലക്കര ജാറമ്മിലെ ഫക്കീർ മുഹമ്മദ് വലിയുള്ളാഹി തങ്ങളുടെ ആണ്ട് നേർച്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഹാരിസ് തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ നടന്നു. കബീർ നിസാമി സ്നേഹ സന്ദേശം നൽകി. നേർച്ചയുടെ ഭാഗമായി അന്നദാനവും ഉണ്ടായി. കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ അനീസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശ്വാസികളാണ് അന്നദാനത്തിൽ പങ്കെടുത്തത്. 16 ദേശങ്ങളിൽ നിന്നായി വിവിധ കലാപരിപാടികളോടെ ജാറം അങ്കണത്തിലേക്ക് നേർച്ചവരവുണ്ടായി. നൃത്തവും ദഫുമുട്ടും നാസിക് ഡോളും ദേശങ്ങളുടെ നേർച്ചവരവ് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. മഹല്ല് പ്രസിഡന്റ് VM സിദ്ദിഖ്, സെക്രട്ടറി മൊയ്തീൻ, ട്രഷറർ ഷജിബുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മച്ചാട് മാമാങ്കത്തിന് ഇനി 4 നാൾ. മച്ചാട് തിരുവാണിക്കാവ് വേലാഘോഷ പരിപാടികൾക്ക് പുന്നമ്പറമ്പ് വിഭാഗമാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി പുന്നമ്പറമ്പ് വിഭാഗം പ്രസിഡന്റ് K രാമചന്ദ്രൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ CA നന്ദകുമാർ എന്നിവർ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് മാമാങ്കം പറപ്പുറപ്പാട്. മുൻ വർഷത്തേക്കാൾ ആഘോഷമായാണ് ഇത്തവണ പറപ്പുറപ്പാട് നടത്തുന്നത്. മച്ചാട് മാമാങ്കത്തിന് മുന്നോടിയായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുന്നമ്പറമ്പ് ദേശം സ്വന്തമായി കുതിരത്തല നിർമ്മിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 18-നാണ് മച്ചാട് മാമാങ്കം. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. മച്ചാട് മാമാങ്കം മണലിത്തറ വിഭാഗത്തിനും വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. ഉത്രാളിക്കാവിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 18-ന് പറപ്പുറപ്പാടിന് വെടിക്കെട്ട് നടത്തും. മണലിത്തറ വിഭാഗം വെടിക്കെട്ട് മാമാങ്ക ദിനമായ 18-ന് കുതിര എഴുന്നള്ളിപ്പിന് മുന്നോടിയായി നടക്കും. മുല്ലശ്ശേരി പൂച്ചക്കുന്നിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറിയിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പൂച്ചക്കുന്ന് സ്വദേശി പെരുവല്ലൂർ വീട്ടിൽ 75 വയസ്സുള്ള ശങ്കുണ്ണിയാണ് മരിച്ചത്. ലോറിയിലെ ക്ലീനർ അതിഥി തൊഴിലാളിയായ സച്ചിനും മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരനും പരിക്കേറ്റു. പറപ്പൂർ ഭാഗത്തു നിന്നും മെറ്റൽ കയറ്റി വരികയായിരുന്ന ടിപ്പർ ലോറി പൂച്ചക്കുന്നത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. പൂവത്തൂർ ഭാഗത്തുനിന്നും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ രക്ഷിക്കാൻ വേണ്ടി ടിപ്പർ ലോറി വെട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലിനോട് ചേർന്ന് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ശങ്കുണ്ണിയെ ഇടിച്ചതിനു ശേഷം ലോറി മതിലിടിച്ച് തകർത്ത് നിൽക്കുകയായിരുന്നു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളിയെയും ക്ലീനർ സച്ചിനെയും ഗുരുവായൂരിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് പുറത്തെടുത്തത്. ഇവരെ നിസാര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി പോന്നൂർ വീട്ടിൽ കൊച്ചന്തോണി മകൻ 47 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. അമല ആശുപത്രി കെട്ടിടത്തിന് മുകളിലെ നിലയിൽ നിർമ്മാണ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ആന്റണി അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. മതിലകം പുതിയക്കാവ് സ്വദേശി പുഴങ്കരയില്ലത്ത് സിദ്ദീഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ദിവസമാണ് സിദ്ദീഖ് ഓരോ പവൻ വീതമുള്ള 2 മുക്കുപണ്ട വളകൾ പണയം വെച്ച് 88,000 രൂപ വാങ്ങിയത്. സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വളകൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. മതിലകം ഇൻസ്പെക്ടർ SHO MK ഷാജിയുടെ നേതൃത്വത്തിൽ SI രമ്യ കാർത്തികേയൻ, ASI വിനയൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള അധികാരികളുടെ അവഗണന തുടരുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല. 2023 ആഗസ്റ്റിൽ റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വികസനം എത്തേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തിയിരുന്നു. അന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ 2ാം ഘട്ട അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് കൃഷ്ണദാസ് പ്രഖ്യാപിച്ചിരുന്നു. ക്യാന്റീനോ ചായക്കടയോ ബാത്റൂം സൗകര്യങ്ങളോ കാത്തിരിപ്പ് കേന്ദ്രമോ ഇല്ലാത്ത 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാന്റീനിനായി ടെൻഡർ വിളിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ 1.5 വർഷമായിട്ടും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഉണ്ടായിരുന്ന ക്യാന്റീൻ അടക്കമുള്ളവ അടച്ചുപൂട്ടുകയും ചെയ്തു. സുരേഷ് ഗോപി MP ആകുന്നതിന് മുൻപ് 2024 ഫെബ്രുവരിയിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളും പാലിച്ചില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. റെയിൽവേയുടെയും MPയുടെയും അവഗണനയ്ക്കെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് യാത്രക്കാരും പ്രദേശവാസികളും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ അജ്ഞാതൻ മരിച്ചു. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്നയാളെ സ്റ്റേഷൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ആക്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ഓഫീസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം, DCC ഭാരവാഹികളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ആസ്ഥാന മന്ദിരം പാർട്ടിക്ക് ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിക്ക് സ്വന്തമായൊരു വീടുണ്ടാകുക എന്ന് പറയുന്നത് പോലെയാണ്. പകുതി വിലയിൽ ഇലക്ട്രിക് സ്കൂട്ടർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാളയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ മാളയിൽ 3 കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൌത്ത് കുരുവലശ്ശേരി സ്വദേശി രാജിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് പകുതി വിലയിൽ ഇലക്ട്രിക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് 61,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി CG മേരി, ചെയർമാൻ മധു നാണപ്പൻ, ട്രഷറർ പ്രവീവ്, ശശിധരൻ, നിഷാദ്, ശോഭനൻ എന്നിവർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തിട്ടുള്ളത്. കാറളം പുല്ലത്തറയിൽ മരത്തിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. പുല്ലത്തറ സ്വദേശി മനനങ്കാട്ടി വീട്ടിൽ രാമകൃഷ്ണനെയാണ് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. പുല്ലത്തറയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ പ്ലാവിൽ കുരുമുളക് പറിക്കാൻ കയറിയ രാമകൃഷ്ണൻ ബോധരഹിതനാവുകയായിരുന്നു. ഉടൻ സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS രമേശ്, സമീപവാസിയായ ബിനീഷ് കോക്കാട്ട് എന്നിവർ മരത്തിൽ കയറി ഇയാളെ താഴെ വീഴാതെ പിടിച്ചുനിന്നു. പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വല ഉപയോഗിച്ച് രാമകൃഷ്ണനെ താഴെയിറക്കി. സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ KC സജീവ്, സേനാംഗങ്ങളായ മഹേഷ്, ശ്രീജിത്ത്, കൃഷ്ണരാജ്, സജിത്, നിഖിൽ, ലിസൻ, മൃത്യുഞ്ജയൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. രാത്രികാല ട്രോളിംഗിലൂടെ തീരക്കടലിലെ മത്സ്യസമ്പത്ത് കൊള്ളയടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ സംയുക്ത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നാട്ടിക മത്സ്യഭവനിലേക്ക് മാർച്ച് നടത്തി.
നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നാട്ടിക ബീച്ച് മത്സ്യഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത മത്സ്യത്തൊഴിലാളി സമരസമിതി പ്രസിഡന്റ് PR നാരായണൻ അധ്യക്ഷനായി. ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ കണ്ടുകെട്ടാൻ സർക്കാർ നടപടി സ്വീകരിക്കുക, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന രാത്രികാല ട്രോളിംഗ് ഉടൻ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സെക്രട്ടറി VK സുരേഷ്, നാട്ടിക പഞ്ചായത്ത് അംഗങ്ങളായ KR ദാസൻ, PV സെന്തിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഒപ്പം തന്നെ അത് ഫൈൻ ഈടാക്കാനുള്ള നിയമം നിലനിൽക്കെ ഗുരുവായൂർ YMCAയുടെ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് ദേശീയ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. നെന്മിനി റെയിൽവേ ക്രോസിന് സമീപം 2 നിലകളിലായാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഭാരവാഹികളായ ബാബു M വർഗീസ്, CD ജോൺസൺ, ലോറൻസ് നീലങ്കാവിൽ, ജോൺസൺ മാറോക്കി, ജോസ് ലൂവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ പെൺകുട്ടിയെ കൊണ്ട് ബാലവേലയെടുപ്പിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സേലം സ്വദേശി കടമ്പനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം കടമ്പനെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ PF തോമസ്, ഗ്രേഡ് S CPOമാരായ ഷമീർ, VB ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വീടുകളിൽ ഒറ്റപ്പെട്ടവർക്ക് പകൽ വീടൊരുക്കി ഭക്ഷണവും നൽകി ഒരു വായനശാല. മണത്തല ബേബി റോഡിലെ പ്രസക്തി വായനശാലയുടേതാണ് വേറിട്ട പ്രവർത്തനങ്ങൾ. 40 വർഷം മുൻപ് ആരംഭിച്ച വായനശാലയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുവാൻ പ്രതിസന്ധി നേരിട്ടതിനാൽ 1991 അടച്ചതായിരുന്നു. പിന്നീട് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2018 വീണ്ടും തുറന്നത്. 3 സെന്റ് സ്ഥലം നാട്ടുകാരുടെ സഹായത്തോടെ വാങ്ങി MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം അനുവദിച്ച് കെട്ടിടം നിർമ്മിച്ചു. 4000-ൽ പരം പുസ്തക ശേഖരമുള്ള വായനശാലയിൽ 250-ൽ പരം അംഗങ്ങളുണ്ട്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് പകൽ വീടൊരുക്കി 3 നേരം ഭക്ഷണം ഉൾപ്പെടെ നൽകുന്നുണ്ട്. കൂടാതെ കിടപ്പ് രോഗികൾക്ക് സൗജന്യമായി കട്ടിൽ, വീൽചെയർ, ബെഡ് ഉൾപ്പെടെ നൽകിപ്പോരുന്നു. വയോജനങ്ങൾക്കായി ആയുർവേദ ക്യാമ്പ്, മെഡിറ്റേഷൻ ക്ലാസുകൾ, കലാകായിക ക്ലാസുകൾ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ ക്ലാസുകൾ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് പകൽ വീടെന്ന ആശയത്തിൽ ഈ വായനശാല നടത്തുന്നത്. വായനശാലയുടെ ചുമരിൽ മ്യൂറൽ പെയിന്റുകളാൽ ആകർഷകമാക്കിയിട്ടുണ്ട്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്താണ് വായനശാലയുടെ പ്രസിഡന്റ്. KP അനിതയാണ് സെക്രട്ടറി. TCV ചാവക്കാട്. കുന്നംകുളത്ത് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ 2 പേർക്ക് കുത്തേറ്റു. പഴുന്നാന സ്വദേശികളായ വിഷ്ണു, ഉദയൻ എന്നിവർക്കാണ് കുത്തേറ്റത്. പഴുന്നാന സെന്ററിൽ നിൽക്കുകയായിരുന്ന യുവാക്കളെ 3-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. പീച്ചി ഡാമിന്റെ ബ്രാഞ്ച് കനാലുകൾ ഉടനെ തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. കടുത്ത വേനലിൽ കൃഷിയിടങ്ങളും കിണറും കുളങ്ങളും വറ്റിവരണ്ട് ജനങ്ങളും കർഷകരും കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും രൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൌലോസിന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത്. പാണഞ്ചേരി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ, കർഷക കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ AC മത്തായി, MC ബാബു, തങ്കായി കുര്യൻ തുടങ്ങിയവർ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഉടനീളെ കർഷക നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം സംഭവിക്കുന്നത് വെള്ളമില്ലായ്മ കൊണ്ട് മനുഷ്യർക്ക് കുടിക്കാനും കുളിക്കാനും കന്നുകാലികളെ കുടിപ്പിക്കാനും യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ഇടതുകര വലതുകര കനാലുകൾ തുറന്നു തന്നാൽ, പീച്ചിയിൽ നിന്നും വരുന്ന ഇടതുകര വലതുകര കനാലുകൾ തുറന്നു തന്നാൽ, അതിൻ്റെ ബ്രാഞ്ച് കനാലുകളും തുറന്നു തന്നാൽ പാണഞ്ചേരിയുടെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമെത്തുന്നതും ഈ കൃഷിനാശം ഉണ്ടാകാതിരിക്കാനും മറ്റ് കന്നുകാലികളെ കുളിപ്പിക്കാനും മനുഷ്യർക്കുള്ള കുടിവെള്ളം ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് 6 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 261 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് മതിലകത്ത് നടന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ VA ഉല്ലാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ വിശിഷ്ടാതിഥിയായി. HSS പനങ്ങാട് സ്കൂളിലെ മുഹമ്മദ് ശ്യാം നയിച്ച പരേഡിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, തൃശൂർ റൂറൽ
ADNO ബിജു, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുഖ്യാതിഥി ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ പോലീസ് മേധാവി ശ്രീ B. കൃഷ്ണകുമാർ IPS സാറിന്റെ മുന്നിൽ റിപ്പോർട്ടിംഗിനായി വരുന്നു. ചിത്രകാരൻ സുകുമാരൻ ചവന്നൂരിന്റെ ചിത്ര പ്രദർശനം 15-16 തീയതികളിലായി കുന്നംകുളം CV ശ്രീരാമൻ സ്മാരക ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 11-ന് പ്രശസ്ത ചിത്രകാരൻ ഗായത്രി ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ചിത്ര പ്രദർശനം ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ KSSPU ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ്, ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CP ഹരിനാരായണൻ, ചൊവ്വന്നൂർ യൂണിറ്റ് സെക്രട്ടറി CB ഗോപി, ചിത്രകാരൻ KK സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ആയുർവേദ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള സംസ്ഥാന കമ്മിറ്റി വാഹന പ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെരുമ്പിലാവിലും കുന്നംകുളത്തും തൃശൂർ കോർപ്പറേഷൻ ഏരിയയിലുമാണ് സ്വീകരണങ്ങൾ നൽകുക. 19-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CITU ഏരിയ സെക്രട്ടറി PM സോമൻ, KATU ജില്ലാ പ്രസിഡന്റ് KR ബാബു ഗുരുക്കൾ, ജില്ലാ സെക്രട്ടറി VN രാധാകൃഷ്ണൻ ഗുരുക്കൾ, റെജി ഗുരുക്കൾ എന്നിവർ പങ്കെടുത്തു. AI കാലത്തും റേഡിയോയെ ഏറെ സ്നേഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി സ്ഥിരമായി റേഡിയോയുടെ ശ്രോതാവാണ് വെങ്കിടങ്ങ് പാടൂർ സ്വദേശി ശരവണൻ. ഫെബ്രുവരി 13 റേഡിയോ ദിനം. റേഡിയോയുടെ പ്രാധാന്യവും വിവരങ്ങൾ നൽകുന്നതിലും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരുമിപ്പിക്കുന്നതിലും റേഡിയോ വഹിക്കുന്ന പങ്ക് ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1975-ൽ ബോംബെയിൽ നിന്ന് സഹോദരൻ കൊണ്ടുവന്നു കൊടുത്ത റേഡിയോയിൽ വാർത്തകളും പാട്ടുകളും നാടകങ്ങളും കേട്ടാണ് ശരവണൻ പാടൂരിന്റെ റേഡിയോ പ്രണയം തുടങ്ങുന്നത്. കാലം പിന്നിട്ടതോടെ ശരവണൻ ആകാശവാണിയിലേക്ക് സ്ഥിരമായി കത്തുകൾ എഴുതുകയും നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഗാനതരംഗിണി, യുവവാണി, ശ്രോതാക്കളുടെ എഴുത്തുപെട്ടി, ഗാനാലാപനം, പ്രിയഗീതം എന്നീ പരിപാടികളിൽ പങ്കെടുക്കാനും ശരവണൻ പാടൂരിന് അവസരം ലഭിച്ചിട്ടുണ്ട്. 1995-ൽ രൂപം കൊണ്ട അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുമാണ് ശരവണൻ പാടൂർ. ഒരു ദിവസം പോലും റേഡിയോ കേൾക്കുന്നത് മുടക്കം വരാതിരിക്കാൻ ഇദ്ദേഹത്തിന്റെ കൈവശം 5 റേഡിയോകൾ ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ദിവസം പോലും റേഡിയോ പരിപാടികൾ കേൾക്കാത്ത ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ശരവണൻ പറയുന്നു. റേഡിയോന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ റേഡിയോ വീട്ടമ്മമാർക്കാണ് ഇത് ഏറ്റവും പ്രാധാന്യം. അതുപോലെ ചായക്കടകളിലൊക്കെ പ്രധാനമായി കാലത്ത് രാവിലെ 6:50 പ്രാദേശിക വാർത്തകളുണ്ട് കോഴിക്കോട് നിലയത്തിൽ നിന്നാണ്. അപ്പൊ ഈ വാർത്തകൾ കേൾക്കാൻ ചായ കുടിക്കുമ്പോൾ ഈ വാർത്തകൾ കേൾക്കാൻ കടകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടമ്മമാർക്കാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. കാരണം വെച്ചാൽ ടൈം അറിയാം. ഗവൺമെന്റ് ജോലിക്കാരെ വെച്ചാൽ അടുക്കളയിലൊക്കെ ഉണ്ട് പല വീടുകളിലും ഞാൻ റേഡിയോ കണ്ടിട്ടില്ല. അവർക്ക് കൃത്യമായി ടൈം അറിയാം, കൃത്യമായി കാര്യങ്ങൾ അറിയാം. വീട്ടുമാർക്കുടെ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ഈ റേഡിയോയിലൂടെ കേൾക്കാം. റേഡിയോ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. കാരണം വെച്ചാൽ ഒരു റേഡിയോ കേടുവന്ന അടുത്ത റേഡിയോ, അങ്ങനെ ഒറ്റ ദിവസം പോലും ഈ നിമിഷം പോലും ഞാൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവാണ്. ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായക്കടയിലേക്ക് റേഡിയോ സമ്മാനിക്കുകയും ചെയ്തു. 104 വർഷം പഴക്കമുള്ള പാടൂരിലെ മാധവന്റെ ചായക്കടയിലേക്കാണ് സൗജന്യമായി റേഡിയോ നൽകിയത്. സംസ്ഥാന സെക്രട്ടറി ശരവണൻ പാടൂർ, ജില്ലാ പ്രസിഡന്റ് MK സുന്ദരൻ അണ്ടത്തോട്, ജില്ലാ കമ്മിറ്റി അംഗം KS ജിജീഷ് വടൂക്കര എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, പാവർട്ടി. കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ 19-ാം വാർഡ് കാണിയമ്പാൽ പാടശേഖരത്തിൽ ചെറുപയർ കൃഷി ആരംഭിച്ചു. വാർഡിൽ രൂപീകരിച്ച അഗ്രോ ക്ലിനിക്കിന്റെയും കണിയാമ്പൽ പാടശേഖരത്തിന്റെയും ആഭിമുഖ്യത്തിൽ 2 ഹെക്ടർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് പീറ്റർ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, സോമൻ കാർത്തുള്ളി, സുഗുണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഘരാനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 19-ന് ചാവക്കാട് സൂഫി സംഗീത ഗ്രൂപ്പായ ചാറിയാറിന്റെ സംഗീതയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ മദൻ ഗോപാൽ സിംഗ്, ദീപക് കസ്റ്റലിനോ, പ്രീതം ഘോഷാൽ, അംജദ് ഖാൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്.
ചാറിയാർ സംഗീതയാത്രയുടെ പ്രചരണ ധനസമാഹരണാർത്ഥം ചാവക്കാട് ഘരാന 15-ന് ചങ്ങാതി കുറി സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ചാവക്കാട് ഘരാന പ്രസിഡന്റ് കെ എ മോഹൻദാസ്, സെക്രട്ടറി ടി.സി. കോയ, ട്രഷറർ പി.കെ. അൻവർ, എ.എച്ച്. അക്ബർ, കെ.വി. രവീന്ദ്രൻ, അബ്ദുൽ കബീർ മൂച്ചിങ്ങൽ, ചന്ദ്രൻ പാവറട്ടി, അജിത് രാജ് വടക്കുംപാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് മണ്ടംപറമ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കുറുമ്പൂർ മിച്ചഭൂമി റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് അംഗം രമ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ മണി, പഞ്ചായത്ത് അംഗം കെ.ആർ. സിമി, വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി.എസ്. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസാസ് യു.പി. സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ ജെസി പോൾ, മേരി, ലിസി എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി, പി.ടി.എ. പ്രസിഡന്റ് സിജോ മാത്യു, തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിജു പി.ജെ, വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ, എം.പി.ടി.എ. പ്രസിഡന്റ് പ്രവീണ കെ.പി, ഒ.എസ്.എ. പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, അധ്യാപക പ്രതിനിധി സിജി ദേവസി, സ്കൂൾ ലീഡർ കെ.എസ്. അർജുൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഡേസ്ലിറ്റ് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. പുത്തഞ്ചിറ ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. 75 പരിപാടികളാണ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തുന്നതെന്ന് പ്രധാനാധ്യാപിക എൻ.എസ്. സുനിത, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം.പി. സോണി, പി.ടി.എ. പ്രസിഡന്റ് കെ.കെ. യൂസഫ് തുടങ്ങിയവർ അറിയിച്ചു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി കുന്നംകുളം സബ് ഡിവിഷൻ ഓഫീസ് കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി ഉപരോധിച്ചു. വർഷങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ കരാറുകാരുമായി ഒത്തുകളിക്കുകയാണെന്നാരോപിച്ചാണ് കടവല്ലൂർ പഞ്ചായത്തിലെ LDF ഭരണസമിതി പ്രസിഡന്റ് പി.എ. രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകാൻ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയിരുന്നു. എന്നാൽ ജനപ്രതിനിധികൾ എത്തിയതെറിഞ്ഞ ഉദ്യോഗസ്ഥൻ ഓഫീസിലെത്താതെ മുങ്ങി. ഏറെ നേരം കാത്തുനിന്നിട്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലെത്താതിരുന്നതോടെ LDF അംഗങ്ങൾ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. കരാറുകാരുടെ താൽപര്യത്തിനനുസരിച്ചാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ നിലപാടെടുക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P.I. രാജേന്ദ്രൻ പറഞ്ഞു. പ്രഭാത് മുല്ലപ്പിള്ളി, ജയൻ പൂളക്കൽ, MN നിർമ്മല, ഉഷ ശശികുമാർ, VV ഗിരിജ, ശ്രീജ വേലായുധൻ, ഫസലുർ റഹ്മാൻ, KSS ഘോഷ് തിപ്പിലശ്ശേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കോൺക്രീറ്റ് വർക്ക് നടക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ട് ഒളിച്ചുകളി നടത്തുകയാണ്. വെച്ചാൽ മറ്റുള്ളവരുടെ ജനപ്രതിനിധികളുമായി അഭിമുഖീകരിക്കാനുള്ള അവരുടെ വിമുഖതയാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടൊന്നും അത് രക്ഷപ്പെട്ടു പോകുന്നതല്ല എന്നുള്ള അവർ ബോധ്യപ്പെട്ടു പോയാൽ അവർക്ക് നല്ലത്. ആ കാര്യത്തിലൊരു തർക്കമില്ല. ഞങ്ങൾ ഇതോടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വാണിജ്യം. നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ പള്ളിക്കുളം റോഡിലെ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയമണ്ട് പർച്ചേസിന് സ്പെഷ്യൽ ഗിഫ്റ്റും സ്പെഷ്യൽ ഡിസ്കൌണ്ടുമായി വാലന്റൈൻ ദിനത്തെ വരവേൽക്കാനൊരുങ്ങി. ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരുന്ന ആദ്യത്തെ 50 കപ്പിൾസിന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റും അന്നേ ദിവസം ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ക്യാരറ്റിന് 10,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ടും വാലന്റൈൻസ് ഡേ ഓഫറായി ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള VVS ക്ലാരിറ്റിയോടും EF കളറോടും കൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജ്വല്ലറിയായ ഇവിടെ
916 HUID ഹാൾമാർക്കഡ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണ വജ്രാഭരണങ്ങളുടെയും വൈവിധ്യവും കമനീയവുമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ഇടനിലക്കാരില്ലാതെ ഹോൾസെയിൽ വിലയിൽ തന്നെ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നു, സ്വർണം വാങ്ങാൻ തൃശ്ശൂരിൽ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7950 രൂപ, പവന് 63840 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാറിൽ ആമ്പല്ലൂർ സ്വദേശികളായ അമ്മയ്ക്കും മകനും നേരെ പടയപ്പയുടെ ആക്രമണം. പരിക്കേറ്റ ആമ്പല്ലൂർ സ്വദേശിനി ഡിജയെ അമൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറയൂരിലെ സ്കൂളിലെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുമായി ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ മസ്തകത്തിലെ മുറിവിന് ചികിത്സ നൽകി വിട്ടയച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ വെള്ളിയാഴ്ച എത്തും. ആന ക്ഷീണിതനാണെന്ന് വാഴച്ചാൽ DFO. കൊടുങ്ങല്ലൂരിൽ യുവതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറിയാട് യൂബസ സ്വദേശിനി ഷിനിയാണ് മരിച്ചത്. സ്വകാര്യ പലിശിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണി മൂലമാണ് ആത്മഹത്യയെന്ന് ആരോപണം. കല്ലൂർ ആലയങ്ങാട് പട്ടാപ്പകൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നടന്ന കവർച്ചയിൽ നഷ്ടപ്പെട്ടത് 8 പവന്റെ ആഭരണങ്ങൾ മാത്രമാണെന്ന് പോലീസ്. കാളിയാറോഡ് പള്ളി ജാറാം ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. മുല്ലക്കര ജാറാമിൽ ആണ്ട് നേർച്ച ആഘോഷിച്ചു. മച്ചാട് മാമാങ്കത്തിന് ഇനി 4 നാൾ. ഉത്രാളിക്കാവ് പൂരം പറ പുറപ്പാടിനും മച്ചാട് മാമാങ്കം മണലിത്തറ വിഭാഗത്തിനും വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.